അസ്സലാമു അലൈക്കും. ഞാൻ അമീർ അഹമ്മദ്, RP അഹമ്മദിൻ്റെ മകനാണ്. RP ഫാമിലി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ സീനിയേഴ്സ് വിഭാഗത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ചുമതലയാണ് എന്നെ എൻ്റെ അനുജൻ ജനാബ് ഷബീർ RP ഏൽപ്പിച്ചത്. അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ കരുതി. അത് കുറച്ചൊന്ന് വൈകിപ്പോയത് ചെറിയൊരു തിരക്കായിരുന്നു ഓഫീസിൽ. ഖുർആൻ അതിൻ്റെ തനതായ രീതിയിൽ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് കഴിവ് തന്നെയാണ്. അതിനോടൊപ്പം അതിൻ്റെ അർത്ഥം പഠിക്കാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതിനും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ഈ പരിപാടി നടത്തുന്നവരോട് പ്രത്യേകിച്ചിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും ഈ ഖുർആൻ്റെ അർത്ഥം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും പാരായണത്തിന് പ്രാധാന്യം കൊടുത്ത്, പാരായണം അതിന് പ്രത്യേകത ഉണ്ട്. ആ ഖുർആൻ്റെ എന്താ പറയുക, ആ ഇമ്പമുള്ള രീതിയിൽ ഖുർആൻ കേൾക്കുക എന്നുള്ളത് വേറെ തന്നെ ഒരു സുഖമാണ്. അത് ഏത് സംഗീതത്തിനെയും തോൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മാഷാ അല്ലാഹ്, നമ്മളെ മക്കളെല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ അർത്ഥം വായിക്കുക, പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ ഉമ്മാനോട് ഫോണിൽ സംസാരിക്കുന്ന ഉമ്മാനോടും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ ഖുർആൻ്റെ നമ്മൾ വളരെ ബഹുമാനം കൊടുക്കുന്നില്ല. പഠിച്ചവൻ്റെ കലാമാണ് ഖുർആൻ ഇറങ്ങിയത്, പിന്നെ അതിനത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമ്മളത് വായിക്കാൻ അല്ല, അർത്ഥം പഠിക്കാനോ വായിക്കാനോ പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നല്ല, പൊതുവെ എല്ലാവരുടെയും കണ്ട് വരുന്നതാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മളൊന്നും ആലോചിച്ചാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ അല്ല മക്കളോ ആരെങ്കിലും നമുക്ക് സ്നേഹത്തിൽ ഒരു കത്ത് എഴുതിയിട്ട് ആ കത്ത് നമുക്ക് അറിയാത്തൊരു ഭാഷയിലാണ് അവർ എഴുതി തന്നതെങ്കിൽ അത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസ ഉണ്ടല്ലോ, അത് നമ്മൾ ഖുർആൻ പഠിക്കുന്നതിൽ അല്ല വായിക്കുന്നത്, അർത്ഥം പറഞ്ഞ് വായിക്കുന്നതിലും കൂടിയും ശ്രമിക്കണം. ഇതിൻ്റെ അർത്ഥം ഞാനത് പഠിച്ചെന്നല്ല. ഓക്കെ, ഇതിങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ എന്നോട് ആദ്യം തന്നെ ഞാൻ ഉണർത്തിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അതിന് ശ്രമിക്കുകയും ചെയ്യാം. പിന്നെ ഇൻഷാ അല്ലാഹ് അധികം വലിച്ചു നീട്ടുന്നില്ല, തിരക്കാന്ന് പറഞ്ഞിട്ട് സംഭവം നീണ്ടു പോകുന്നുണ്ട്. എന്നാലും വിജയിച്ചവരുടെ പേര് പ്രഖ്യാപിക്കാം. ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സീനിയേഴ്സ് വിഭാഗത്തിൽ സാഹിൽ അബ്ദുൽ സലാം, മസ്കത്ത്. എൻ്റെ മരുമകനാണ് ഷബാന അബ്ദുൽ സലാമിൻ്റെ മകൻ. പിന്നെ രണ്ടാം സമ്മാനം നേടിയത് ദ്വാ ഫാത്മ, എൻ്റെ മകളാണ്. മാഷാ അല്ലാഹ്, രണ്ടിലും അഭിമാനമുണ്ട്, എല്ലാത്തിലും അഭിമാനമുണ്ട്. നമ്മളെ RP കുടുംബത്തിൻ്റെ കാര്യത്തിലും അഭിമാനമുണ്ട്. എന്നാലും പ്രത്യേകം ഒരു സന്തോഷം. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവരെ രണ്ട് പേരെയും ഖുർആൻ പഠിപ്പിച്ച, ഇവർ രണ്ടുപേരില്ല, ഇവിടെയുള്ള നമ്മുടെ കുടുംബത്തിലെ ഒമാനിലുള്ള മിക്ക ആൾക്കാരെയും ഖുർആൻ പഠിപ്പിച്ച അസദി ഉസ്താദ് എന്നിട്ട് ഉസ്താദാണ്. ആ ഉസ്താദ് പെട്ടെന്ന് നമ്മളെ അകാലത്തിൽ വിട്ടു പോയതാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി. അപ്പം ആ ഉസ്താദിൻ്റെ ഒരു എന്താ പറയുക പ്രയത്നവും കഴിവും കാരണമാണ് ഈ മക്കൾ ഇങ്ങനെ ഇത്രയും ഒരു ഭംഗിയിൽ ഖുർആൻ ഓതാൻ ഉള്ള ഒരു ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടിയിട്ട് നിങ്ങളെ ദ്വാല് ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കൂടാതെ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ ദ്വാല് ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മളെ പഠിച്ചവൻ അനുഗ്രഹിച്ചിട്ട് കൂട്ടത്തിൽ, വിജയിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. وقف فوق القبور فرب ذكرى ستحمدها تأوي بالإياب تفيأ من ظلال الأرض حين. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സാഹിൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم
فطبع على قلوبهم فهم لا يفقهون وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. صدق الله العظيم. السلام عليكم. إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون. صدق الله العلي العظيم.